എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. റോമാ ലേഖനമാണ് നമുക്കറിയാം ലേഖനങ്ങളിൽ ഒന്നാമത്തേത്. അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞ് അപ്പോസ്തലിക ഉപദേശം ആരംഭിക്കുന്നത് റോമാ ലേഖനത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ബൈബിൾ വായിച്ച് തുടങ്ങേണ്ടതെന്ന്. ഞാൻ അവരോട് എല്ലാം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തുടങ്ങാനാണ്. യോഹന്നാന്റെ സുവിശേഷമാണ് ഒരു മനുഷ്യനെ ജീവന്റെ പ്രമാണങ്ങളിലേക്ക് നയിക്കുന്നത്. എങ്ങനെയാണ് ജീവൻ പ്രാപിക്കേണ്ടത്, എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളാകുന്നത്, അവരുടെ അവകാശങ്ങൾ എന്താണ്, ക്രിസ്തു നായകനാകുന്ന കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവർക്കുള്ളത്, അവരെങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, ഇതെല്ലാം നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാം. യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ഇത് ജീവൻ ഉണ്ടാകാൻ വേണ്ടി എഴുതിയതാണ്, എൻ്റെ പുത്രനിൽ വിശ്വസിക്കുവാനും ജീവൻ ലഭിക്കാൻ വേണ്ടിയുമാണ് ഇത് എഴുതിയതെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷമൊക്കെ വായിച്ച് നമുക്ക് തുടങ്ങാം. പക്ഷേ മത്തായിയുടെ സുവിശേഷം ഈ പഴയ നിയമത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ്. പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ നമുക്കറിയാം, പ്രവാചകന്മാരുടെ അനേകം വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിലുണ്ട്, മെസ്സിഹായെ സംബന്ധിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. അത് പറഞ്ഞാണ് മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തെക്കുറിച്ചും അതിൻ്റെ ഒരു നീതി, മറഞ്ഞിരിക്കുന്ന ഒരു നീതിയെക്കുറിച്ചും ക്രിസ്തു എന്ന പൊരുളിനു വേണ്ടിയുള്ള കാത്തിരിപ്പും മനസ്സിലുള്ളവർക്കാണ് മത്തായിയുടെ സുവിശേഷം മനസ്സിലാകുന്നത്. അതേസമയത്ത് ജാതീയ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷം എളുപ്പമല്ല മനസ്സിലാക്കാൻ. കാരണം അവിടെയുള്ള പല കൊട്ടേഷൻസും പഴയ നിയമത്തിൽ നിന്നുള്ള നിറവേറലുകളായിട്ടാണ് ക്രിസ്തുവിൻ്റെ ഓരോ കാര്യങ്ങളും കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മത്തായി പ്രൈമറിലി ഹി വാസ് സ്പീക്കിംഗ് ടു ജ്യൂസ്. അതുപോലെ സുവിശേഷങ്ങളിലെല്ലാം നമുക്ക് വേറൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്, കർത്താവ് അവൻ്റെ ജീവിതകാലത്ത് പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റൈച്ചസ്നെസ്, ദ ഡിമാൻഡ് ഓഫ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത് വളരെ ആഴമുള്ള, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങളിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുചെന്നത്. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ റോമാലേഖനത്തിൽ കാണും. എന്തുകൊണ്ടാണ് അത്ര അസാധ്യമായ കാര്യങ്ങളിലേക്ക്? അപ്പോൾ മത്തായിയുടെ, മർക്കോസിൻ്റെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു നീതിയുടെ ഡിമാൻഡ് അത് ഭയങ്കര ഹൈ ആണ്. പക്ഷെ അങ്ങോട്ട് ചെല്ലാൻ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ശിശുത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നമ്മൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവിടെ ശരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ സാധിക്കും? അത് മനുഷ്യരിൽ അസാധ്യമാണ്. അപ്പൊ എങ്ങനെയാണത് സാധിക്കുന്നത്? അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് കർത്താവിൻ്റെ ജീവൻ നമ്മൾ പ്രാപിക്കുക എന്നുള്ളത്. ആ ജീവൻ ഇല്ലാതെ നമുക്ക് ഒരു അനുസരണത്തിലോട്ടും പോകാൻ സാധിക്കില്ല. അപ്പോൾ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന നീതി എന്ന് പറയുന്നത്, നീതി എങ്ങനെയാണ് ആ നീതിയിലേക്ക് നമ്മൾ എത്തുന്നത്, അത് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കയറി അപ്പോസ്തലിക ലേഖനങ്ങളിലൂടെ എത്തി ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, സുവിശേഷത്തിൽ വെളിപ്പെട്ടു വന്ന നീതി അത് നമുക്ക് അനുസരണമായി മാറുകയുള്ളൂ. ആ ഒരു പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ഇത് വിശദീകരിക്കപ്പെടുന്നത് അപ്പോസ്തലിക ലേഖനങ്ങളിലൂടെയാണ്. സോ ദർ ഇസ് എ ക്ലിയർ പാത്ത് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ക്രിപ്റ്റേഴ്സ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആത്മാവ് വരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ പ്രധാനമായിട്ട് ആത്മാവിൻ്റെ പുസ്തകമാണ്. ആത്മാവ് വരുമ്പോൾ എങ്ങനെയാണ് സഭ രൂപീകരിക്കപ്പെടുന്ന പവർ ഓഫ് വിറ്റ്നസിങ്. അപ്പോസ്തല പ്രവൃത്തികൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് പവർ ഓഫ് വിറ്റ്നസിങ് ആണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് അത് സുവിശേഷീകരണത്തിനായിട്ടുള്ള ശക്തിയായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജീവൻ തരുന്ന ആത്മാവ് സുവിശേഷീകരണത്തിനുള്ള ശക്തി കൂടെ നമുക്ക് തന്ന് അത് എങ്ങും വ്യാപിക്കുന്ന ദൈവഭക്തിയുടെ എക്സ്പ്രഷനായ സുവിശേഷം ഘോഷിക്കപ്പെടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നു. ഇനി അനേകം പ്രവൃത്തികൾ തുടരുന്നുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഒരു 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 ഇൻട്രഡക്ഷനോടെ ചേർത്തിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത് നമ്മൾ കാണുന്നത് ഈ റോമാലേഖനമാണ്. റോമാലേഖനം തുടങ്ങിയാണ് നമ്മൾ അപ്പോസ്തലിക ഉപദേശം മനസ്സിലാക്കാൻ ആരംഭിക്കുന്നത്. സീരിയസ് ആയിട്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തെ എടുക്കുന്നുണ്ടെങ്കിൽ, നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നുണ്ട്, അവൻ എന്താണ് എന്നെ ആഗ്രഹിക്കുന്നെന്നുള്ളത് നമുക്ക് കണ്ടെത്തണമെന്ന് ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ സീരിയസ് അബൌട്ട് അവർ ക്രിസ്ത്യൻ ലൈഫ്, അവർ ക്രിസ്ത്യൻ ജേണി, നമ്മൾ റോമാലേഖനം പഠിച്ച് മാത്രമേ നമുക്ക് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ.
കാരണം റോമാലേഖനത്തിൽ നല്ലാതെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള വേദപഠനം രക്ഷിക്കപ്പെട്ട ആൾക്ക്, യോഹന്നാന്റെ സുവിശേഷം മനസ്സിലായ ഒരാൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, ഒരടി മുൻപോട്ട് വയ്ക്കണമെങ്കിൽ, ഹി നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക് ഓഫ് റോമൻസ്. അത്ര പ്രധാനമാണ് റോമാലേഖനം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിന്. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ ഓർത്തിട്ടുണ്ട്, വിശ്വാസിയായ ശേഷം വളരെ വളരെ വർഷങ്ങൾ കഴിഞ്ഞാലും റോമാലേഖനം പഠിക്കാതെ, അതായത് ഒരു ലേഖനവും പഠിക്കാതെ, റോമാലേഖനം പോലും പഠിക്കാത്ത എത്രയോ സഭകൾ, എത്രയോ വിശ്വാസികളുണ്ട്. അപ്പം നമുക്ക് വലിയ ഒരു ട്രഷറാണ് നഷ്ടപ്പെടുന്നത്, വലിയൊരു ട്രഷർ. കർത്താവ് അപ്പോസ്തലന്മാരോട് നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിച്ചത് അത് നമുക്ക് മനസ്സിലാകാതെ പോവുകയാണ്. അത് വലിയൊരു ആപത്തുമാണ്. കാരണം റോമാലേഖനം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രിസ്ത്യൻ ഡോക്ടറിൻ ശരിക്കും മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാവില്ല. അത് എത്ര പുസ്തകം വായിച്ചാലും മനസ്സിലാവില്ല. വി നീഡ് ടു ലിസൺ ടു ദ അപ്പോസ്റ്റൽസ്. യു ഡോണ്ട് നീഡ് ടു ലിസൺ ടു മീ എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കേൾക്കേണ്ടെന്നല്ല, അതല്ല നീഡ്. വാട്ട് ദ അപ്പോസ്റ്റൽസ് ടോട്ട്, അത് നമ്മുടെ ഹൃദയത്തിൽ എത്തണം. കാരണം നമ്മൾ പണിയപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിലാണ്. ഈ പ്രവാചകന്മാർ എന്താണ് ഈ അടിസ്ഥാന പ്രവാചകന്മാരെന്ന് പറയുന്നത്? നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് അഗബോസിനെ പോലുള്ള പ്രവാചകന്മാരാണ്. അല്ല, അഗബോസിനെ പോലുള്ള പ്രവാചകരുടെ അടിസ്ഥാനത്തിലല്ല സഭ പണിയപ്പെട്ടിരിക്കുന്നത്. പ്രവചനം എന്ന് പറയുന്നത് കൃപാപരമായി വരുന്ന ഒരു പ്രവചനം എന്നുള്ളതിനേക്കാളും ദൈവത്തിൻ്റെ അനോയിന്റിങ്ങിനാൽ വന്ന പ്രോഫറ്റ്സ് ഉണ്ട്, ഗ്രേറ്റ് പ്രോഫറ്റ്സ് ഓഫ് ദ ബൈബിൾ. അവർ പറഞ്ഞത് മാത്രമാണ് കർത്താവിൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിൽ നിന്ന് അപ്പോസ്തലന്മാർ പറയുമ്പോൾ അവർ പ്രസംഗിച്ചുകൊണ്ട് നടന്ന മുഴുവൻ വാക്കുകളും അന്ന് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ പ്രൊഫറ്റിക് ഓറക്കിൾസ് അബൌട്ട് ക്രൈസ്റ്റ്. അതായിരുന്നു അവരുടെ അടിസ്ഥാനം. പ്രവാചകന്മാർ മുൻപേ പറഞ്ഞത് നിറവേറിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ അത് നിറവേറിയിരിക്കുന്നു. ദിസ് വാസ് ദ ഫസ്റ്റ് ഗോസ്പൽ മെസ്സേജ്. അതായത് പ്രവാചകന്മാർ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത മിശിഹ നസറായനായ യേശുക്രിസ്തു ആണ് എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു സുവിശേഷം. കാരണം ബാക്കി കാര്യങ്ങൾ, ഇത് ഈ മെസ്സിഹ യേശുക്രിസ്തു ആണെന്ന് മനസ്സിലാക്കിയ പിന്നെ സുവിശേഷം അവർക്ക് എളുപ്പമായി. മെസ്സിഹയാണ് അവർക്ക് വേണ്ടിയിരുന്നത്, പക്ഷെ യേശുക്രിസ്തു ആണ് മെസ്സിഹ എന്ന് അവർക്കറിയില്ല. സോ ദേ വർ ഓൾ ട്രൈങ് ടു കൺഫേം ദ പ്രൊഫറ്റിക് ഓറക്കിൾസ് അബൌട്ട് ക്രൈസ്റ്റ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന അപ്പോസ്റ്റോലിസിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ പ്രൊഫസി കൂടെയാണ്. കാരണം പ്രൊഫസിയുടെ ഫുൾഫിൽമെന്റ് ആയിട്ടാണ് കർത്താവ് വരുന്നത്. ഇപ്പൊ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോസ്തലിക ഉപദേശം ഉള്ളത്. ഇപ്പൊ പ്രവാചകന്മാർ ഭാഗമായി മനസ്സിലാക്കിയെങ്കിലും അവർ വളരെ വ്യക്തമായ ഒരു പ്രൊഫസി മെശിഹായെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉപദേശങ്ങളുടെ ഫൗണ്ടേഷൻ പെട്ടെന്നുണ്ടായി വരുന്നതല്ല, അത് പൂർവ്വകാലങ്ങളിൽ പിതാക്കന്മാരുടെ പ്രൊഫറ്റ്സ് വഴി സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്ന് അപ്പോസ്തലന്മാർ എപ്പോഴും ഓർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരും പിന്നീട് അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്ത ആ ഉപദേശങ്ങളുടെ വെളിപ്പെടുത്തലുമാണ്. അതിൽ അപ്പോസ്തലന്മാരാണ് കുറച്ചും കൂടെ സുപ്രീമായിട്ടുള്ളത്. കാരണം പൂർവ്വകാലങ്ങളിൽ ഭാഗമായി മറഞ്ഞിരുന്നതുമായ കാര്യങ്ങൾ അവർ അംശമായി പ്രവചിച്ചു. എന്നാൽ അപ്പോസ്തലന്മാർക്കാണ് ആ മർമ്മം, എന്താണ് ഇവർ പ്രവചിച്ചുകൊണ്ടിരുന്നതെന്നുള്ള മർമ്മം വെളിപ്പെട്ട് കിട്ടിയത്. അത് വെളിപ്പെട്ട് കിട്ടുന്ന വലിയൊരു അന്വേഷണം, മനുഷ്യന്റെ ദൈവാന്വേഷണത്തെ അവസാനിപ്പിച്ച് ദൈവത്തിന്റെ മനുഷ്യ അന്വേഷണത്തെ വെളിപ്പെടുത്തുമായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ മിസ്റ്ററി ദാറ്റ് നീഡഡ് ടു ബി റിവീൽഡ് ത്രൂ ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ്. ഓക്കെ, നമ്മുടെ ഇടയിലുള്ള പ്രവചനങ്ങൾ അടിസ്ഥാന ഉപദേശങ്ങൾ നൽകാൻ തക്കതായ പ്രവചനങ്ങളല്ല. നമ്മുടെ ഇടയിൽ നടക്കുന്ന പ്രവചനങ്ങൾ ആത്മീക വർധനയ്ക്കുള്ളതാണ്, അത് കറക്ഷന് വേണ്ടിയുള്ളതാണ്. അതൊരിക്കലും ഒരു പുതിയ ഉപദേശം സ്വർഗത്തിൽ നിന്ന് തരാൻ വേണ്ടിയുള്ളതല്ല. അത് ഒരു ചർച്ചിന്റെ കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഫസീസ് ആണ് ഇന്നുള്ളത്. ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദ ഫൗണ്ടേഷണൽ ടീച്ചിങ്സ് ഓഫ് ദ ചർച്ച്. ഒരു പ്രോഫറ്റ് പറയുന്ന ഒരു ചർച്ചിന്റെ ഫൗണ്ടേഷൻ അല്ല, അത് എഴുതപ്പെട്ട പ്രോഫസീസ് ആണ് ചർച്ചിന്റെ ഫൗണ്ടേഷൻ. റിട്ടൺ വേർഡ് ആണ് ചർച്ചിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നത്. Other prophecies are part of our Christian sanctification, church life. ചർച്ച് ലൈഫിന്റെ ഭാഗമായിട്ടാണ് മറ്റു പ്രൊഫസീസ് ഉള്ളത്. നമുക്ക് റോമാലേഖനത്തിലേക്ക് കടക്കാം. സാധാരണഗതി റോമാലേഖനത്തെക്കുറിച്ച് പറയുമ്പം ആളുകൾ പറഞ്ഞു തുടങ്ങുന്നത് റോമാ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും അവിടുത്തെ സാഹചര്യം, അവിടുത്തെ ആൾക്കാർ, ഇതൊന്നും നമുക്ക് വിഷയമല്ല. എന്തുകൊണ്ട് ഇതൊന്നും വിഷയമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഒരു ലോകപരമായ പശ്ചാത്തലത്തിൽ നിന്നല്ല വേദപുസ്തകം പഠിക്കുന്നത്. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു വല്ലാതെ ചതിക്കുന്ന ഒരു സാധനമാണ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ദൈവികമല്ല, അത് പെർഫെക്റ്റ് അല്ല, അത് അത് എന്താ കാനോനിക്കൽ അല്ല, നമുക്കതിൽ വിശ്വസിക്കാനും പ്രയാസമാണ്. കാരണം ഹിസ്റ്ററി ഈസ് ഓൾവേസ് ദ വിന്നേഴ്സ് നറേറ്റീവ്. വിക്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഹിസ്റ്ററി എഴുതുന്നത്. അവർ രേഖപ്പെടുത്തുന്ന ചരിത്രങ്ങളോ അന്നത്തെ അന്തരീക്ഷമൊന്നും ഇന്നുള്ളതുപോലെ ആയിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. നമ്മുടെ അനാലിസിസ് ശരിയാകണമെന്നുമില്ല. അതായത് ഒരു 50% പോലും സത്യമാകാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വെച്ചല്ല നമ്മൾ വചനം വ്യാഖ്യാനിക്കുന്നത്. വി ഡോണ്ട് നീഡ് എ ഹിസ്റ്റോറിക്കൽ ഓർ എനി ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക് ഓഫ് റോമൻസ്. നമ്മൾ ഇതിൻ്റെ വേദശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ നിന്ന് മാത്രമാണ് റോമാലേഖനം വ്യാഖ്യാനിക്കാൻ പോകുന്നത്. ഇത് ആരെഴുതിയതാണെന്ന് നിങ്ങൾക്ക് സംശയമില്ലാത്ത പോലെ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പെരിഫറൽ ചോദ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. വി ആർ ഡയറക്ട്ലി ഗെറ്റിംഗ് ഇൻ ടു ദ സ്ക്രിപ്ചർ. ഓക്കെ, നമ്മൾ അധ്യായം 1 വാക്യം 1. കാരണം ഇത് മാത്രമേ ദൈവികമായിട്ടുള്ളതുള്ളൂ, ബാക്കിയുള്ളതെല്ലാം മാനുഷികമാണ്. ദൈവം അപ്പോസ്തലന്മാർക്ക് നൽകിയതാണ് നമുക്ക് പ്രസക്തമായിട്ടുള്ളത്. സോ ഐ ഡോണ്ട് മീനിങ് ഇൻ ഡീപ് കോണ്ടെക്സ്റ്റുവൽ സ്റ്റഡീസ്. ഓക്കെ, ഐ ഡോണ്ട് ഡു ദാറ്റ്. നമുക്ക് തുടങ്ങാം. 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവം തൻ്റെ നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കണം. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു നമ്മളവിടെ കാണുന്നത്. ഓക്കെ, യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം സുവിശേഷത്തിനായി. അപ്പൊ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്തം പ്രവാചകന്മാർ നേരത്തെ നൽകിയിട്ടുണ്ട്. ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു നിക്കോദമോസിനോട് പറയുന്ന സുവിശേഷം, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് നിക്കോദമോസിനോട് പറയുന്ന സുവിശേഷം, അതായത് യേശുക്രിസ്തു നമ്മോട് പറയുന്ന സുവിശേഷം, അത് ഓൾറെഡി പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്തിരുന്നതാണ്. ഈ സുവിശേഷത്തിന്റെ വാഗ്ദത്തം വാസ് ഓൾറെഡി ദയർ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പ്രൊഫസീസിൽ അതുണ്ടായിരുന്നു. നമുക്കറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എസെക്കിയേൽ 36:25, 26, 27 വാക്യങ്ങളാണ് നിക്കോദമോസിനോട് കർത്താവ് പറഞ്ഞത്. നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് പറയുന്നത് ഇറ്റ് കെയിം ഫ്രം എസെക്കിയേൽ ചാപ്റ്റർ 36, 25, 26 and 27. നിർമ്മല ജലം കഴിക്കുന്നു, നിങ്ങൾ നിർമ്മലരായിട്ട് പഴയ ഹൃദയത്തെ ഞാൻ മാറ്റി പുതിയൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുമെന്നുമുള്ളത്, വിഗ്രഹങ്ങളെല്ലാം നീക്കി മലിനതകളെ നീക്കി ശുദ്ധീകരിച്ച് ദൈവത്തോട് സെൻസിറ്റീവ് ആയിട്ടുള്ള മാംസമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ളത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള ഒരു വാഗ്ദത്തമായിരുന്നു. ഓക്കെ, അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ നൽകിയ വാഗ്ദത്തം അനുസരിച്ചാണ് പുതിയ നിയമത്തിൽ ഓരോ കാര്യവും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇണയില്ലാത്ത ഒരു വാക്യം ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ സംഭവിച്ചിരിക്കുന്ന രക്ഷാകരമായ ഏത് കാര്യം എക്സാമിൻ ചെയ്താലും അതിനെല്ലാം പഴയ നിയമത്തിൽ ഒരു പരാമർശമോ പഴയ നിയമത്തിൽ അതിൻ്റെ ഒരു മുന്നോടിയായ ഒരു പ്രവചനമോ ഉണ്ട്. സോ പ്രൈമറിലി ദ ഗോസ്പൽ ഈസ് ബേസ്ഡ് ഓൺ പ്രോഫറ്റിക് ഓറക്കിൾസ്. വാഗ്ദത്തം ചെയ്യപ്പെട്ടതിൻ്റെ നിറവേറലാണ് സുവിശേഷം. അത് തലമുറകളായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന ആദം മുതലുള്ള വാഗ്ദത്തങ്ങളുടെ പൊരുളാണ് ക്രിസ്തു, സുവിശേഷം. പഴയ നിയമത്തിലെ പ്രോഫസീസും പഴയ നിയമത്തിലെ ഓരോ നടപടികളും, നമ്മൾ അവിടുത്തെ ആരാധനാക്രമം നോക്കിയാലും യാഗങ്ങൾ നോക്കിയാലും കൂടാരത്തെ നോക്കിയാലും കാഴ്ചയപ്പത്തെ നോക്കിയാലും അതെല്ലാം പുതിയ നിയമത്തിൽ വരാൻ പോകുന്ന സുവിശേഷത്തിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്, സൂചകങ്ങളാണ്. ഓക്കെ, the whole Old Testament projects Christ and his gospel. ഓക്കെ, മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമായിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പൊ പൗലോസ് എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പൗലോസിന്റെ അപ്പോസ്റ്റോലിസിറ്റിയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. എന്തിനാണ് ഞാൻ അപ്പോസ്തലനാണെന്ന് പൗലോസ് എപ്പോഴും പറയേണ്ടി വരുന്നത്? ഈ അപ്പോസ്തലത്വം, പൗലോസിന്റെ അപ്പോസ്തലത്വത്തിനകത്ത് ഒരു നിസ്സഹായാവസ്ഥ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പൗലോസ് പറയുന്നത് വളരെ യുണീക്കായിട്ടുള്ള, നമുക്ക് പലതരത്തിലുള്ള ഫിലോസഫീസ് ലോകത്തുണ്ടായിട്ടുണ്ട്, പക്ഷെ ദൈവികമായ ഒന്ന്, വൺ സിംഗിൾ ഗോഡ്ലി ഫിലോസഫി,
അത് മറ്റെല്ലാ മനുഷ്യ പ്രമാണങ്ങളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് കഴിയുന്നതുമല്ല. ഇപ്പൊ പൗലോസിയുടെ കർത്താവ് വെളിപ്പെടുത്തിയത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കേണ്ട സത്യമാണെങ്കിലും അതൊരു സ്വാഭാവിക മനുഷ്യന്, ഒരു നാച്ചുറൽ മാന് മനസ്സിലാക്കാവുന്ന രീതിയിലല്ല അത്. അപ്പൊ ഒരു ബുദ്ധിയുള്ള ഒരാളുടെ അടുത്തോട്ട് എന്നിട്ട് സുവിശേഷം പറഞ്ഞ അയാൾ ഓടിക്കും. കാരണം അയാളുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യമല്ല സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് പറയാണ്, ഞാനിത് മനുഷ്യബുദ്ധി കൊണ്ടല്ല, ദൈവം എന്നെ ഈ മർമ്മം വെളിപ്പെടുത്താൻ വേണ്ടി തിരഞ്ഞെടുത്തതാണ്. ഇറ്റ് ഈസ് ഫ്രം ഗോഡ് എന്ന് എംഫസൈസ് ചെയ്ത് പറയാനുള്ള കാരണം, ഇത് മനുഷ്യന് ഉളവാക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത കാര്യമാണെന്ന് മാത്രമല്ല, അവന് ഇങ്ങനൊന്ന് രൂപപ്പെടുത്താനോ വിശ്വസിക്കാനോ പോലും കഴിയാത്ത രീതിയിൽ ഉന്നതമായ വെളിപ്പെടുത്തലുകളാണ് അപ്പോസ്തലിക ഉപദേശത്തിനകത്തുള്ളത്. ഇന്നും നല്ല നീതിമാന്മാരായ വിശ്വാസികൾക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കഴിവുള്ളവർക്കോ പരിജ്ഞാനമുള്ളവർക്കോ നീതിമാന്മാർക്കോ മനസ്സിലാകാത്തതാണ് ഈ അപ്പോസ്തലന്മാരെ ദൈവം ഏൽപ്പിച്ച സുവിശേഷം എന്ന് പറയുന്നത്. ഇന്നും ഈ റോമാലേഖനം മനസ്സിലാക്കാൻ മനുഷ്യർ പെടാപ്പാടുപെടുകയാണ്. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കള്ളം എന്ന് പറയുന്ന റോമാലേഖനമാണ് ഏറ്റവും പാട്. ഇത് വ്യാഖ്യാനിക്കാൻ ഭയങ്കര പാടാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ റോമാലേഖനമൊക്കെ പഠിക്കുന്നത് ഭയങ്കര പാടാണ്? നിങ്ങളുടെ ഉള്ളിലില്ലേ ഭയങ്കര ബഹുമാനം റോമാലേഖനം എന്ന് കേൾക്കുമ്പോൾ? സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും ലളിതമായ ലേഖനമാണ് റോമാലേഖനം. ഏറ്റവും ലളിതമായ ലേഖനമാണ്. കാരണം അത് ബുദ്ധി ഇല്ലാത്തവർക്ക് വേണ്ടി എഴുതിയതാണ്. മുമ്പോട്ട് പോകുമ്പം പരിജ്ഞാനം പ്രാപിച്ചവർക്ക് വേണ്ടിയാണ് ലേഖനങ്ങൾ വരുന്നത്. എന്നാൽ റോമാലേഖനം ഒരു ബുദ്ധി ഇല്ലാത്തവർക്കും കർത്താവിന് ഒരിക്കലും അറിയാൻ വയ്യാത്തവർക്കും മനസ്സിലാകാൻ വേണ്ടി എഴുതിയതാണ്. സോ ദാറ്റ്സ് ദ മോസ്റ്റ് സിമ്പിൾ എപ്പിസിൽ. ഓക്കെ, അത് കാരണം നമുക്കിത് മനസ്സിലാകാൻ പ്രയാസമാകുന്ന ബുദ്ധി കൊണ്ട് നോക്കിയിട്ടാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് ഇതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാതെ വരും. ഓക്കെ, അപ്പോ ഈ മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു തലത്തിലല്ല റോമാലേഖനം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ, ഞാൻ അപ്പോസ്തലനാണെന്നും കർത്താവിനെ നിയമിച്ചതാണെന്നും വേർപെടുത്തിയതാണെന്നും ഇത് മറഞ്ഞിരുന്ന മർമ്മമാണെന്നും ഒക്കെ വീണ്ടും എംഫസൈസ് ചെയ്ത് പറയാനുള്ള കാരണം ഇതിന്റെ എനോർമിറ്റി ഓഫ് ദ മെസ്സേജ് ആണ്. മെസ്സേജ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പൗലോസ് റോമയിൽ നിന്ന് ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്, ഓക്കെ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അപ്പൊ ഈ ഒരു കാര്യം ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് എഴുതുന്നത് റോമയിലെ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ഇതൊരു സുവിശേഷത്തിന്റെ ട്രാക്ട് അല്ല റോമാലേഖനം. പക്ഷെ എന്തുകൊണ്ടല്ല, ഓൾറെഡി രക്ഷിക്കപ്പെട്ട ആൾക്കാരോട്, സഭയോടാണ് ഇത് എഴുതുന്നതെന്നുള്ളത്. എന്നാൽ ഇതൊരു സുവിശേഷത്തിന്റെ ട്രാക്ട് ആണ് താനും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പൗലോസ് വിശ്വസിക്കുന്ന സുവിശേഷം എന്താണെന്നാണ്. സുവിശേഷം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് റോമയിലെ സഭയോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് റോമയിൽ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന അനേകം ആളുകളുണ്ട്. പക്ഷെ അവർ ശരിക്കും ഈ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. പൗലോസ് എന്താണ് പ്രസംഗിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഇന്ന് നമ്മൾ പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയേക്കാളും കൂടുതൽ മനുഷ്യന്റെ നീതിയാണ് മനുഷ്യർക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ വരുന്നതും മനുഷ്യന്റെ നീതി പ്രവൃത്തിയാൽ വരുന്നതുമാണ്. ദൈവത്തിന്റെ നീതി ഒരിക്കലും മനുഷ്യർക്ക് പ്രവർത്തിച്ച് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ നീതി എപ്പോഴും ദൈവത്തിന്റെ കൃപയാലും വിശ്വാസത്താലും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യരുടെ നീതി പ്രവർത്തിക്കുന്ന നീതിയാണ്. അതിലേക്കാണ് മനുഷ്യന് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റുന്നത്. മനുഷ്യരുടെ ശ്രദ്ധ എപ്പോഴും അങ്ങോട്ടേ പോവുകയുള്ളൂ. അതുപോലെ തന്നെ പൗലോസിന്റെ കാലഘട്ടത്തിലും മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന നീതി ന്യായപ്രമാണത്തിന്റെ നീതിയായിരുന്നു. അപ്പൊ അന്ന് വിശ്വാസികൾ ആദ്യം രൂപപ്പെടുന്ന സമയത്ത് അവർ വിചാരിച്ചുകൊണ്ടിരുന്ന ന്യായപ്രമാണമല്ല അനുസരിക്കുകയും കൂടെ മെസ്സിഹ വന്നു എന്ന് കൺഫേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. അപ്പോൾ മെസ്സിഹ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവർ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു നീതിയുടെ മുകളിൽ അവരെ കാണുന്നത്. ഇപ്പം ഹിന്ദുക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 33 കോടി ദൈവങ്ങളുടെ കൂടെ യേശുക്രിസ്തുവിനെ ഉൾപ്പെടുത്താമെന്ന് പറയുന്ന പോലെ 33 കോടി 1, അത് അവർക്ക് വളരെ ലളിതമാണ്. അതുപോലെ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി ഒരു മതമുണ്ട്. ആ മതത്തിന്റെ കൂടെ യേശു ക്രിസ്തുവിനെ പ്രോഫറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു.
അതുകൊണ്ട് തന്നെ അനേകം യഹൂദന്മാർ വിശ്വാസം സ്വീകരിക്കുമ്പോഴും ജാതികൾ വിശ്വാസം സ്വീകരിക്കുമ്പോഴും അവർക്ക് പൂർണ്ണമായിട്ട് ഈ സുവിശേഷം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പൗലോസിനുണ്ട്. അതുകൊണ്ട് പൗലോസ് റോമയിലെ സഭയ്ക്ക് എഴുതുകയാണ്, എന്താണ് ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷം. ഓക്കെ, അത് റോമയിലെ സകല വിശുദ്ധന്മാരായ സകലർക്കും വേണ്ടി എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ കൃപയും സമാധാനവും എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ കൃപ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കൃപ, ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്, ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവന്റെ കൃപ, എന്ത് ഗ്രേസ് ആണ് കർത്താവിന്, അതാണ് അവിടുത്തെ ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ. കർത്താവിനെ കാണുമ്പോൾ എന്ത് രസമായിരിക്കും. ഇനി കാണുമ്പോൾ അത്ര രസമൊന്നും ആയിരിക്കില്ല, നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ തേജസ്സിലായിരിക്കും വരുന്നത്. എന്നാൽ ആദ്യം കർത്താവ് വരുന്ന സമയത്ത് കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പാപികൾക്ക് പോലും അടുത്ത് ചെല്ലാവുന്നത്ര എന്താ പറയുന്നത്, ഒരു 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 കരുണ, ഒരു കൃപ നിറഞ്ഞ, ഒരു ഗ്രേസ് നിറഞ്ഞ ഒരു വെളിപ്പാടായിട്ടാണ് കർത്താവിൻ്റെ തേജസ്സിനെ നമ്മൾ കണ്ടത്, ശിഷ്യന്മാർ കണ്ടത്. ഈ തേജസ് തന്നെയാണ് കൃപ എന്ന് ഞാൻ പല പ്രാവശ്യം അത് സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. എങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഈ കാത്തലിക്സിന്റെ POC ബൈബിളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. എന്നിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് പറയാണ്, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ ആ മഹത്വത്തെ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. എന്താണ്? കൃപയും സത്യവും നിറഞ്ഞു. അപ്പൊ നമ്മളൊരു മഹത്വത്തിലേക്ക് പോകുന്ന ആൾക്കാർ, ആരുടെ മഹത്വത്തിലേക്ക് പോകുന്നത്? ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന ആശംസ എന്താണ്? നമുക്ക് പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾക്ക് കൃപ വർദ്ധിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു എങ്ങനെ കാണപ്പെട്ടോ അതേപോലെ നിങ്ങളും കാണപ്പെടട്ടെ. ക്രിസ്തുവിന്റെ ഹൃദയം എന്താണോ, മനസ്സെന്താണോ, അതേ മനസ്സിലേക്ക് നിങ്ങളും വരട്ടെ, അതേ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. അതാണ് കൃപ നിങ്ങളിലും വർദ്ധിക്കട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥം. സമാധാനം എന്ന വിഷയം ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്ത് സമാധാനത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ സമാധാനം എന്ന വാക്ക് ലോകത്തിന്റെ സമാധാനമല്ല, അത് ദൈവവുമായി നമുക്ക് ലഭിക്കുന്ന സമാധാനം. ഇത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലോകത്തോട് സമാധാനം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള സമാധാനമല്ല അത്. ദാറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് പീസ്. ഓക്കെ, അപ്പോൾ ദൈവവുമായി നേരത്തെ നമുക്ക് ലോകവുമായി സമാധാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമായിരുന്നു, ദൈവവുമായി സമാധാനം ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ലോകവുമായി സമാധാനം നഷ്ടപ്പെട്ടാലും ദൈവവുമായുള്ള സമാധാനം നമുക്ക് പുത്രനിലൂടെ ലഭിച്ചു. ആ സമാധാനമാണ് ഇവിടെ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പറയുന്നത്. ഈ റോമാലേഖനത്തിന്റെ ആദ്യത്തെ ഭാഗം ഒരു ഇൻട്രഡക്ഷൻ ആണ്. ശരിക്കും സുവിശേഷം ആരംഭിക്കുന്ന 18-ാം വാക്യം തൊട്ടാണ്. ഓക്കെ, ഈ 17 വാക്യം വരെ വായിച്ചു നോക്കിയാൽ ഈ റോമാലേഖനം എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു മൊത്തം ഈ 16 അധ്യായങ്ങളുടെ ഒരു സമ്മറിയാണ് ഈ ആദ്യത്തെ 17 വാക്യം. 5-ാം വാക്യം: ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ജഡം സംബന്ധിച്ച്, അതായത് മാനുഷികമായ ഒരു ജീനിയോളജി നോക്കിയാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ഇത് സംശയം തോന്നും, ഈ ശരീരവും മനുഷ്യന്റെ ശരീരമാണോ കർത്താവ് എടുത്തത്? മനുഷ്യന്റെ ശരീരമാണ്, പക്ഷെ മനുഷ്യനിൽ നിന്നല്ല എടുത്തത്. അവൻ വചനം ജഡമായി തീർന്നതാണ് അല്ലേ? അപ്പൊ വചനം ജഡമായി തീരുകയായിരുന്നു, അല്ലാതെ. അപ്പോൾ എങ്ങനെയാണ് ദാവീദിന്റെ സന്തതി ജഡപ്രകാരം എന്നൊക്കെ പറയുന്നത്? ഈ ജഡപ്രകാരം ഉദ്ദേശിക്കുന്നത് ജീനിയോളജി നോക്കിയാൽ നമ്മുടെ കാഴ്ചയിൽ അവൻ വന്നത് ദാവീദിന്റെ വംശത്തിലാണ്. യോസേഫിന്റെയും മറിയയുടെയും മകനായിട്ടാണ് വന്നത്. ഓക്കെ, ദാറ്റ്സ് ഹിസ് ബയോളജിക്കൽ ബർത്ത്. ആ ബർത്ത് പ്രോസസ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. കാരണം അവൻ ജഡം എടുത്തത് ഒരു വീണുപോയ മനുഷ്യന്റെ ജഡത്തിൽ നിന്നല്ല, അത് വചനം ജഡമായി തീർന്ന് പൂർണ്ണനായ ഒരു മനുഷ്യനായി ജഡരൂപം എടുത്ത് നമ്മളിൽ വസിക്കായിരുന്നു. വചനം ജഡരൂപം, അതിനാണ് നമ്മൾ ഇൻകാർണേഷൻ എന്ന് പറയുന്നത്.
ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് എന്നാണ്. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹി വാസ് ബോൺ ഫ്രം വൺ ടൈപ്പ് ഓഫ് ഫ്ലഷ്. അങ്ങനെയല്ല, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഫ്ലഷിൽ നിന്ന് രൂപപ്പെട്ടു വരുമായിരുന്നില്ല കർത്താവ്. വചനം ജഡമായി തീരുകയായിരുന്നു. ദാറ്റ്സ് വാട്ട് ദ ബൈബിൾ സേസ്. ഇറ്റ്സ് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. വചനം ജഡമായി തീരും, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മൾ പറഞ്ഞു. വേർഡ് ബിക്കെയിം ഫ്ലഷ്. ഓക്കെ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും, കണ്ടോ, സന്തതിയായി ജനിച്ചു എന്ന് പറയുന്നതിന് പകരം ദാവീദിന്റെ സന്തതിയിൽ നിന്നാണ് ജനിച്ചത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ദാവീദിന്റെ സന്തതിയായ മറിയമിൽ നിന്ന് ജനിച്ചു. ഓക്കെ, ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. അപ്പോ നമ്മൾ ദൈവഭക്തിയുടെ മർമ്മം എന്ന വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ആത്മാവിന്റെ നീതീകരണം എന്ന വാക്ക്. ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു. അപ്പൊ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ തന്നെ ദൈവപുത്രനാണ്. പക്ഷെ ഇത് നിർണയിക്കപ്പെട്ടത്, അതായത് കർത്താവ് നീതീകരിക്കപ്പെട്ടത്, അവൻ ശരിക്കും ദൈവപുത്രൻ തന്നെ ഉറപ്പിക്കപ്പെട്ടത്, ശിഷ്യന്മാർ അവനിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചത് എങ്ങനെയാണ്? മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കയാൽ. മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ വിശുദ്ധ ജീവിതം നയിച്ച് അനുസരണത്തിൽ തികഞ്ഞവനായി മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പിതാവ് അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ എന്ത് മനസ്സിലായി? ഇവൻ പെർഫെക്റ്റ് ആണെന്നും ദൈവപുത്രനാണെന്നും നിർണയിക്കപ്പെട്ടു. ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദിസ് വാസ് ദ മെസ്സയ. അപ്പോൾ പുനരുത്ഥാനം ചെയ്തത് കൊണ്ട് ഇത് തന്നെയാണ് മെസ്സിഹ എന്ന് നിർണയിക്കപ്പെട്ടു, ഇത് തന്നെയാണ് ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെട്ടു. അതെങ്ങനെ നിർണയിക്കപ്പെട്ടു? ആത്മാവിന്റെ വിശുദ്ധീകരണത്താൽ, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് നിർണയിക്കപ്പെട്ടു. സോ ജീസസ് ഹിംസെൽഫ് വാസ് ദ മെസ്സയ എന്ന് എങ്ങനെയാ മനസ്സിലായത്? പുനരുത്ഥാനം ചെയ്തപ്പോഴാണ് ശിഷ്യന്മാർക്കത് മനസ്സിലായത്, വെളിപ്പെട്ടത്, നിർണയിക്കപ്പെട്ടത്. ഓക്കെ, അതിനു മുമ്പ് അവർ പറയുന്നതെല്ലാം ഒരു പ്രതീക്ഷയോടെ കർത്താവ് പറയുന്നതെല്ലാം കാത്തിരുന്നു. പലരും അവനിൽ വിശ്വസിച്ചു. എങ്കിലും കർത്താവ് മരിച്ചപ്പോൾ ഇവർ പലരും ചിതറിപ്പോയി. എന്നാൽ പുനരുത്ഥാനം ചെയ്ത് കർത്താവ് ഉറപ്പിച്ചപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു നിർണയമായിട്ടത് മാറിയത്, ഇവൻ ദൈവപുത്രൻ തന്നെയാണ് എന്ന് ശക്തിയോടെ. അപ്പൊ മനുഷ്യപുത്രൻ എന്നുള്ളത് ഒരു ഡേവിഡിൽ നിന്നുള്ള ഇൻഹെറിറ്റൻസും ദൈവപുത്രൻ എന്നുള്ളത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് പുനരുത്ഥാനത്തിലൂടെ നിർണയിക്കപ്പെട്ടതുമാണ്. അപ്പൊ ഹീസ് കംപ്ലീറ്റ് മാൻ ആൻഡ് കംപ്ലീറ്റ് ഗോഡ്, പെർഫെക്റ്റ് മാൻ ആൻഡ് പെർഫെക്റ്റ് ഗോഡ്. എങ്ങനെയാണ് ഈ ഉപദേശമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതായത് ജഡം സംബന്ധിച്ച് നോക്കിയാൽ ദാവീദിന്റെ സന്തതിയായ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. ഓക്കെ, എന്നാൽ വിശുദ്ധിയുടെ ആത്മാവിൽ നിർണയിക്കപ്പെട്ട എന്താണ്? ഹീസ് ദ സൺ ഓഫ് ഗോഡ്. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് പുനരുത്ഥാനത്താൽ തെളിയിക്കപ്പെടുന്നത് അവന്റെ ദൈവത്വവും അവന്റെ ജഡജീവിതത്താലും അനുസരണത്താലും അവൻ ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ വെളിപ്പെട്ടു വന്നത് അവന്റെ മനുഷ്യത്വമാണ്. വെളിപ്പെട്ടു വന്നത് ഹീസ് ഗോഡ് ആൻഡ് മാൻ അറ്റ് ദ സെയിം ടൈം. പക്ഷെ ഇവിടെ നിർണയിക്കപ്പെടുന്നത്, ഡിസൈഡ് ചെയ്യപ്പെടുന്നത്, ആളുകൾ കൺവിക്ഷനിലേക്ക് വരുന്നത് ഹീസ് പെർഫെക്റ്റ് മാൻ ആൻഡ് പെർഫെക്റ്റ് ഗോഡ് എന്ന് മനസ്സിലാകുന്നത് അവന്റെ ജനനത്തിലൂടെ, മനുഷ്യനെന്നും പുനരുത്ഥാനത്തിലൂടെ ദൈവപുത്രനെന്നും നിർണയിക്കപ്പെട്ടു. ആത്മാവിനാലുള്ള പുനരുത്ഥാനത്താൽ ഹിസ് ഡിവിനിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ബൈ ഹിസ് ബർത്ത് ഹിസ് ഹ്യൂമാനിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അതുകൊണ്ട് ഉപദേശ രൂപത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് വാസ് ഫുള്ളി ഹ്യൂമൻ ആൻഡ് ഫുള്ളി ഡിവൈൻ എവറി ടൈം ഹി ലിവ്ഡ് ഓൺ ദ എർത്ത്. അവിടെ ഒരു പോയിന്റിലും കർത്താവ് ദൈവമല്ലാതിരുന്നിട്ടില്ല, ദൈവപുത്രനല്ലാതിരുന്നിട്ടില്ല. ക്രൂശിൽ മരിക്കുമ്പോഴും ഹി വാസ് ഗോഡ്, ബിക്കോസ് ഇറ്റ് വാസ് ഗോഡ് ഹു സേവ്ഡ് മീ. ദൈവമാണ് എന്നെ രക്ഷിച്ചത്, അല്ലെ? ആ സമയത്ത് ദൈവമല്ലായിരുന്നെങ്കിൽ നമ്മളെ രക്ഷിച്ചത് ആരാ? ദൈവമല്ല. സോ വി ആർ ഓൾ സേവ്ഡ് ബൈ ഗോഡ്, സോ ഹി വാസ് ഓൾവേസ് ഗോഡ്. അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും. ദൈവമാണെങ്കിൽ ദൈവം എപ്പോഴും ദൈവമായിരിക്കും. ദൈവത്തിന് ദൈവമല്ലാതാകാൻ സാധിക്കില്ല. സോ ജീസസ് വാസ് ഓൾവേസ് ഗോഡ് ആൻഡ് ഹി വാസ് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവിന്റെ ഹ്യൂമാനിറ്റിയും ഡിവിനിറ്റിയുമാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ സുവിശേഷം എങ്ങനെയാ വന്നത്? ഈ സുവിശേഷം എന്തിനാ വന്നത്? എങ്ങനെയാ വന്നത്? യേശുക്രിസ്തുവിനാലാണ് വന്നത്. അവന്റെ മനുഷ്യത്വവും ദൈവത്വവുമാണ് സുവിശേഷത്തിന്റെ ഫൗണ്ടേഷൻ. അവന്റെ ജനനവും മരണവും പുനരുത്ഥാനവുമാണ് സുവിശേഷം. ഓക്കെ, അതെന്തിനാണ് വന്നത്?
ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ വിശദമായിട്ട് പല സമയത്ത് കണ്ടിട്ടുണ്ട്. അത് ഒരു പ്രസംഗ രൂപത്തിൽ വിശദീകരിക്കുക എന്നുള്ളത് ഇവിടെ നമ്മുടെ ഉദ്ദേശമല്ല. കാരണം ഇത് പ്രസംഗമല്ല, ഇത് ശരിക്കും വേഴ്സ് ബൈ വേഴ്സ് വ്യാഖ്യാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വചനം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് ആൻ എക്സോർട്ടേഷൻ, ഇറ്റ്സ് ഓൺലി ഇന്റർപ്രിട്ടേഷൻ. നമ്മുടെ വചനത്തെ അങ്ങ് ഇന്റർപ്രിറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. എക്സോർട്ടേഷൻ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഈ വചനത്തിലൂടെ പോകുമ്പോൾ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ആ ആത്മാവിന്റെ എക്സോർട്ടേഷൻസ് തരും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സകല ജാതികളുടെയും ഇടയിൽ. അപ്പൊ എല്ലാ ജാതികളിലും കർത്താവിന്റെ മഹത്വം കാണണം എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് ചിതറിപ്പോയി, ലോകത്തിന്റെ എല്ലാ കോർണറിലേക്കും ഒഴുകിപ്പോയ, ഞാൻ വിചാരിക്കുന്ന ആ സമയത്താണ് ഈ പല തരത്തിലുള്ള മനുഷ്യര് ആയിപ്പോയത്. ജനറ്റിക് കോഡ് ഡിസറപ്റ്റഡ് ആയിപ്പോയി. വെളുത്തവരും കറുത്തവരും ബ്രൗണും വേറൊന്നും ഇല്ലെന്ന് തോന്നില്ല, ഈ 3-4 കളറിലേ ഉള്ളൂ. ഇങ്ങനെയുള്ള മനുഷ്യര് ലോകത്തിന്റെ പല ഭാഗത്ത് ഉണ്ടാകാൻ കാരണം അവരുടെ ഹൈറ്റ്, അവരുടെ പ്രകൃതം, ഇതെല്ലാം മാറിപ്പോയി. ജനറ്റിക് പൂളിന്റെ ഡിസ്റ്റർബൻസ് ഒരുപക്ഷെ ഉണ്ടായത് ആ ബാബേൽ ടവറിന്റെ സമയത്തായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് ഭാഷ മാത്രമല്ല, മൊത്തത്തോടെ കലങ്ങിപ്പോയി എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പൊ പെന്തക്കോസ്ത് വരുമ്പോഴേക്കും എന്താ സംഭവിച്ചത്? പെന്തക്കോസ്ത് നാളിൽ അവർ കൂടി വന്നപ്പം ഈ ഭാഷയുടെ കലക്കം അങ്ങ് മാറി. ഭാഷയുടെ കലക്കം മാത്രമല്ല മാറിയത്, പരദേശികളായിരുന്ന നമ്മൾ കർത്താവിന്റെ സ്വന്തം ജനമായി മാറി. അപ്പോൾ വിവിധ ജാതികളുടെ കൂടിച്ചേരൽ കൂടിയാണ് പെന്തക്കോസ്തിൽ നടന്നത്. നമ്മൾ അന്യഭാഷയും പറഞ്ഞ് പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ് വലിയൊരു വിഭാഗത്തെ കാണുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ കൂടിച്ചേരൽ എന്ന് പറയുന്ന ഭാഷയുടെ കൂടിച്ചേരൽ മാത്രമല്ല, അത് കർത്താവിന്റെ ശരീരത്തിന്റെ കൂടിച്ചേരലാണ്. സകല ജാതികളിലും അവന്റെ സുവിശേഷത്തിന്റെ ശക്തിയാൽ വീണ്ടെടുക്കപ്പെടുന്നവരുടെ കൂടിച്ചേരലാണ് ശരിക്കും അന്ന് അവിടെ നടന്നത്. അതിനുശേഷം സഭയിലൂടെ വെളിപ്പെട്ട് വരുന്നത് ഈ ടവർ ഓഫ് ബാബേലിൽ എങ്ങനെ മനുഷ്യൻ ചിതറപ്പെട്ടോ, പാപം കാരണം ചിതറപ്പെട്ടോ, മനുഷ്യ പ്രയത്നം കാരണം ചിതറപ്പെട്ടോ. മനുഷ്യരുടെ അധ്വാനം കാരണമല്ലേ ടവർ ഓഫ് ബാബേലിൽ അവർ ചിതറപ്പെട്ടത്? ദൈവം എന്തിനെതിരെ നിന്നത്? മനുഷ്യൻ ദൈവത്തോളം എത്താനുള്ള അവന്റെ പരിശ്രമത്തിനെതിരെ നിന്നത്. ഇന്നും നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് അതാണ്. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു ടവർ ഓഫ് ബാബേൽ പണിയാൻ ശ്രമിക്കുക, ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി. അവിടെയാണ് മനുഷ്യർ തമ്മിൽ യുദ്ധവും സംഘടന ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടായ്മയിൽ ഞാൻ ചേസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു നീതിമാനായ ഒരു ഗോപുരം പണിയുന്ന ഒരാളായിട്ട് നിങ്ങൾ കണ്ടാൽ അടുത്ത ആൾ വേറെ ഗോപുരം പണിയും. അപ്പൊ ഞാൻ പറയുന്നതാണ് ശരി, അയാൾ പറയും ഞാൻ പറയുന്നതാണ് ശരി. ഭാഷ കലങ്ങാൻ ഇതിനൊക്കെ കൂടുതൽ വല്ലതും വേണോ? ഇന്ന് ഈ സഭകളിൽ എല്ലാ മൂപ്പന്മാർ കുറച്ചുനാൾ കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഭാഷ കലങ്ങി പോകുന്നതിന്റെ കാരണം അതാണ്. അവരെല്ലാം അവരവരുടെ ഒരു ടവർ ഓഫ് ബാബേൽ പണിയാൻ നോക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവയുടെ ഭാഷ കലക്കിക്കളയും. ഇപ്പം പാസ്റ്റർ പറയുന്ന സെക്രട്ടറിക്ക് മനസ്സിലാവില്ല, സെക്രട്ടറി പറയുന്ന പാസ്റ്റർക്ക് മനസ്സിലാവില്ല, ഇവർ രണ്ടുപേരും പറയുന്ന ജനത്തിന് മനസ്സിലാവില്ല. ഇവർ വിചാരിക്കും ഇവന്മാർ എന്തായി പറയുന്നതെന്ന് ചിന്തിക്കും. അങ്ങനെ ആകെ കുളമാവും, ഒരു സഭ 15 മാറും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ മനുഷ്യർ അവരവരുടെ നീതിയുടെ സിംഹാസനങ്ങൾ പണിയാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ചർച്ചില് ഒരു ഉപദേശി, ആ ഉപദേശിയെ പ്രത്യേകം വിശുദ്ധനായിട്ട് നമ്മളെ കാണുകയാണ്. എന്തിനങ്ങനെ കാണുന്നത്? നമുക്കില്ലാത്ത എന്ത് വിശുദ്ധിയാണ് ആ മനുഷ്യനുള്ളത്? നിങ്ങൾക്കില്ലാത്ത എന്ത് വിശുദ്ധിയാണ് എനിക്കുള്ളത്? ഒന്നുമില്ല. അതാണ് സത്യം. യേശുക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധി, നമ്മുടെ നീതി. നമ്മൾ വിവിധമായ കൃപാവരങ്ങളാൽ ഒന്നു ചേർന്നവരാണ്. ഇതിനിടയിൽ ഒരു ടവർ ഓഫ് ബാബേൽ ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, പിന്നെ പല ആളുകൾ കൂടി ഒരാളുടെ ടവർ ഓഫ് ബാബേൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്താ പറയുന്നത്, അതൊരു ഗ്രൂപ്പായിട്ട് മാറുന്നത്. ഇങ്ങനെ പലവിധമായ അഭ്യാസങ്ങളാൽ ചിതറപ്പെട്ടവരാണ് നമ്മൾ. ഇന്ന് പെന്തക്കോസ്ത് ഇത്രയും ചിതറിപ്പോകാനുള്ള കാരണം അനേകം ബാബേൽ ഗോപുരങ്ങൾ ഇതിന് ഇടയിൽ ഉയർന്നു വന്നുകൊണ്ടാണ്. സഹോദരങ്ങളെ, അതെല്ലാം പൊളിഞ്ഞ് ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുമ്പം നിസ്സഹായതയിൽ ആത്മാവിന്റെ ജീവൻ പ്രാപിച്ച് നമ്മൾ അടുത്ത് വന്ന് ഈ പെന്തക്കോസ്തിലുള്ള എല്ലാ ഡിനോമിനേഷൻസിലും വിശ്വാസത്താൽ അനുസരണം വന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സകല ജാതികളിലത് വരുത്താൻ നമുക്ക് പോകാമായിരുന്നു. പക്ഷെ ഇവിടെ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ ഈ വിശ്വാസത്തിന്റെ അനുസരണവും ഈ സകല ഡിനോമിനേഷൻസിലും വിശ്വാസത്തിന്റെ അനുസരണം വരുത്താൻ കഴിയുമാണെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും, അത് എത്തിപ്പറ്റുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ പൗലോസ് പറയാണ് ഈ വിശ്വാസത്തിന് അനുസരണം വരാൻ വേണ്ടിയാണ് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അപ്പൊ ദൈവകൃപ എന്തിനാണ് വന്നത്? എന്തിനാണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം?
അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇല്ലെങ്കിൽ, അപ്പോസ്തലിക ശുശ്രൂഷ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും വിശ്വാസത്തിന് അനുസരണം വരില്ല. കാരണം വിശ്വാസത്തിന് അനുസരണം വരാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോസ്തലന്മാരെ വിട്ടത്. അപ്പൊ ദൈവത്തിന് എന്തുമാത്രം ആഗ്രഹമുണ്ട് നമ്മളെ അനുസരിക്കുന്ന മക്കളായിട്ട് കാണാനല്ലേ. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു നോക്കി, നമ്മളെ അനുസരിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി അവന്റെ പുത്രനെ നൽകിയെന്ന് മാത്രമല്ല, സുവിശേഷത്തിൽ ഒരു നീതി വെളിപ്പെടുത്തി, അനുസരിക്കേണ്ട നീതി എന്താണെന്ന് സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ട് അത് സകല ജാതികളിലും വരുത്താൻ വേണ്ടി അപ്പോസ്തലന്മാരെ വേർതിരിച്ചു വെച്ച് അവരെ പറഞ്ഞു വിട്ടു. അവരുടെ ഉപദേശത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിന് അനുസരണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? സുവിശേഷത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളതല്ല. അത് തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷെ വിശ്വാസത്തിന്റെ ശരിയായ ഉദ്ദേശം എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ ശരിയായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളിൽ അനുസരണം ഉളവാക്കുക എന്നുള്ളതാണ്. ടു മേക്ക് us obedient. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? നമ്മളെപ്പോലെ ബലഹീനരായ ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയും. നമ്മളെപ്പോലെ ബലഹീനരായ ആളുകളെ എങ്ങനെയാണ് കർത്താവ് അനുസരിക്കുന്നവരാക്കി മാറ്റുന്നത്? ദാറ്റ്സ് ദ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. നമ്മളെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. നമ്മൾ അനുസരിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത്. അത് എങ്ങനെയാണ് ദൈവം അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും റോമാലേഖനം, മറ്റ് ലേഖനങ്ങൾ നമ്മളോട് വിശദീകരിക്കുന്നത്. ദർ ഇസ് എ പ്രോസസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ വിച്ച് ലീഡ്സ് us ടു ദ ഒബീഡിയൻസ് വിച്ച് ഗ്ലോറിഫൈസ് ദ ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുസരണത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ഒബീഡിയൻസ് ഉണ്ട്. ആ ഒബീഡിയൻസ് ഉണ്ടാകുന്നത് ഈ വിശുദ്ധീകരണത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അപ്പോസ്തലത്വത്തിന്റെ ഉദ്ദേശം എന്താണ്? വൈ ഡു വി നീഡ് ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ? എന്തിനാണ് നമ്മൾ റോമാലേഖനം പഠിക്കുന്നത്? വൺ തിങ്, നമ്മൾ അവനെ അനുസരിക്കണം. ആ അനുസരണം നമുക്ക് ജഡത്തിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരനുസരണമാണ്. ഉന്നതമായ ദൈവനീതിയുടെ അനുസരണം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. സോ അവർ ഫെയ്ത്ത് ഹാസ് ടു ബിക്കം ഒബീഡിയൻസ്. ആ ഒബീഡിയൻസ് നമ്മളിൽ ഉളവാക്കാൻ വേണ്ടിയാണ് ഈ ഉപദേശം മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പൊ പുതിയ നിയമത്തിലെ മുഴുവൻ ഉപദേശങ്ങളും എന്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി പ്രസന്റ് ആകാൻ വേണ്ടിയാണ്. അവന്റെ സന്നിധിയിൽ അനുസരിക്കുന്നവരെ കാണപ്പെടും. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കും. അപ്പൊ ആർക്ക് മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ? ഈ ദൈവ സ്നേഹം ഉള്ളവർക്ക് മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. സ്നേഹത്തിൽ തികഞ്ഞവനല്ലെങ്കിൽ, നമ്മൾ പലപ്പോഴും ആ വാക്യത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിനക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടോടാ? പിന്നെ ഐ ലവ് ജീസസ്, ഐ ലവ് യു ജീസസ് എന്ന കൽപ്പനകളെ പ്രമാണിക്കും. ഏത് കൽപ്പന? ചുറ്റിയില്ലേ? ഈ കൽപ്പന, ഈ യേശുക്രിസ്തു അത് പറഞ്ഞത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ലേഖനങ്ങളിലൂടെ യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുണ്ടെങ്കിൽ അവനിൽ വാസ്തവമായും ദൈവസ്നേഹം തികഞ്ഞിരിക്കുന്നു. അപ്പൊ അനുസരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവനിൽ ദൈവസ്നേഹമെന്നും പറഞ്ഞൊരു സാധനം വരണം. അപ്പൊ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രമാണം അനുസരിക്കുന്നു പറയുമ്പോ എനിക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ചാടിയോലെ ചാടരുത്. ഇല്ല, ശരിക്കും. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അനുസരിക്കും. പക്ഷെ സ്നേഹം എങ്ങനെ ഉണ്ടാകും? ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ there is a process of sanctification. ഓക്കെ, അപ്പോൾ നമ്മൾ അനുസരണത്തിലേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ ശക്തി വർദ്ധിക്കും. ആത്മാവ് നമ്മളിലേക്ക് പുതുതായി ജീവന്റെ പല തലങ്ങളിൽ നമ്മളിൽ ആത്മാവിന്റെ വ്യാപാരം വർദ്ധിച്ചു വരും. ഇഫ് യു വാണ്ട് ടു ഒബേ ഹിം, ഹി വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു ദ ഹോളി സ്പിരിറ്റ്, മോർ ആൻഡ് മോർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഓക്കെ, അപ്പോൾ വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്, സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്, എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ റോമാക്കാരോട് എന്തിനാ സുവിശേഷം പറയുന്നത്? പണ്ട് ഞാൻ ഒരു ചർച്ചിൽ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്തിനാണ് ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് സുവിശേഷം പറഞ്ഞു? ഞങ്ങളെല്ലാവരും സുവിശേഷം പറഞ്ഞ് വിശ്വസിച്ചവരാണ്, പിന്നെ എന്തിനാണ് ഇത് വീണ്ടും പറഞ്ഞത്? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞതാണ്, പൗലോസ് എന്തിനാണ് റോമാക്കാരോട് പിന്നെയും സുവിശേഷം പറഞ്ഞത്? റോമയിൽ സുവിശേഷം പറയാൻ വേണ്ടി പൗലോസ് എന്തിനാ ആഗ്രഹിച്ചത്? കാരണം സുവിശേഷം വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കണം. വിശ്വാസികളും വീണ്ടും വീണ്ടും സുവിശേഷം കേൾക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു? ഇപ്പം നമ്മളിങ്ങനെ ആഹാ എന്ന് പറഞ്ഞൊന്ന് കേട്ടിരുന്നത് എന്തായിരിക്കും പുള്ളി പറയുന്നത് ശ്രദ്ധിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു ഇവാഞ്ചലിസ്റ്റ് ഒന്ന് നോക്ക് ചെയ്തിട്ട് ഞങ്ങൾ കർത്താവിനെ കുറിച്ച് പറയാൻ വന്നവരാണ്, അപ്പോൾ ഓൾറെഡി പെട്ടെന്ന് ഞാൻ ഓൾറെഡി വിശ്വാസിയാണെന്ന് നമ്മളങ്ങ് പറയും.
പക്ഷെ അങ്ങനെ പറയാതിരുന്ന സങ്കല്പിച്ച് നോക്കി, ആ സുവിശേഷം ഒന്ന് കേൾക്കാൻ എത്ര രസമായിരിക്കും അല്ലേ? കർത്താവ് പക്ഷെ ഇന്ന് അങ്ങനെ പറയുന്നവരില്ല. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം. ഇന്ന് അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം പറയാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ചും ചർച്ചുകാർ പറഞ്ഞു വിടുന്ന ആൾക്കാരായിരിക്കും രണ്ടും മൂന്നും ഗ്രൂപ്പായിട്ട് വരുന്നത്. അതെങ്ങനെയെങ്കിലും ആളെ പിടിച്ച് അകത്ത് കയറ്റാൻ വേണ്ടിയായിരിക്കും അവർ വരുന്നത്. ദേ മേ നോട്ട് ബി പ്രീച്ചിങ് ദ റൈറ്റ് ഗോസ്പൽ ഓഫ് ഗ്രേസ്. അവർ പാപികളെ വീണ്ടെടുക്കുന്ന കൃപയുടെ സുവിശേഷം ആയിരിക്കില്ല പറയുന്നത്. അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ഇവരെ ചർച്ചിൽ എത്തിപ്പിക്കാനുള്ള ഇൻഷുറൻസുകാർ ആളെ പിടിക്കുന്നുണ്ടോ, അതുപോലെയാണ്. ഇപ്പം മിക്കവാറും ഇന്ന് സമാധാനത്തിൻ്റെ സുവിശേഷം അങ്ങനെ അങ്ങോട്ട് കേൾക്കാനില്ലാത്തൊരു കാലഘട്ടവും കൂടിയാണ്. ഓക്കെ, അപ്പോൾ റോമയിലെ സഭയും എന്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു? വിശ്വാസത്തിന് അനുസരണം വരാൻ വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്ത് വേർപെടുത്തിയ ആളുകളുടെ കൂട്ടത്തിൽ റോമയിലെ സഭയും ഉൾപ്പെട്ടിരിക്കുന്നു. ഇതൊരു ഇൻട്രഡക്ഷനാണ് ശരിക്കും. 16-ാം വാക്യം വരെ, 17-ാം വാക്യം വരെ ഇൻട്രഡക്ഷനാണ്. ഓക്കെ, 8-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഫെയ്ത്ത് അവർക്കുണ്ട്, അതിന് ഒബീഡിയൻസ് ആയി മാറുകയാണ് വേണ്ടത്. അപ്പൊ ഫെയ്ത്ത് ഉണ്ട്. ഈ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷണങ്ങളെ ജയിക്കാൻ സാധിക്കുള്ളൂ. പരീക്ഷണങ്ങളെ ജയിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതോ അല്ല ഇവിടെ അനുസരണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന് അത് തികഞ്ഞ ദൈവസ്നേഹത്തിൽ നിന്ന് വരുന്നതാണ് അനുസരണം എന്ന് പറയുന്നത്. ഇവിടെ വിശ്വാസത്തിൽ വീരന്മാരാണ്. അപ്പൊ മറ്റുള്ള ആൾക്കാർ ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം കുറച്ച് പ്രവൃത്തികളിലേക്ക് അവർ ഓൾറെഡി നയിച്ചിട്ടുണ്ടാകണം, അല്ലെ? എന്തൊക്കെ പ്രവൃത്തികളിലേക്കായിരിക്കും വിശ്വാസം ഇവരെ നയിച്ചിട്ടുള്ളത്? പ്രത്യേകിച്ച് ഒന്ന് പെർസിക്യൂഷനൊക്കെ പല സ്ഥലത്തും തുടങ്ങിയ കാലമാണ്. യഹൂദന്മാർ തന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു കാലമുണ്ട്. പതുക്കെ റോമ ഗവൺമെന്റിന്റെ പീഡനങ്ങളിലേക്ക് അത് സ്ലിപ്പാവുന്നുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഭയങ്കര അപമാനം ഉള്ള സമയമാണ്. ഇന്ന് ക്രിസ്ത്യനാണ് ഞാൻ എന്ന് പറയുമ്പം അത്ര അപമാനമൊന്നുമില്ല. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അന്ന് വീരന്മാരുടെ കഥകൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് വലിയ രാജാക്കന്മാരുടെ കഥയും ശത്രുവിനെ തോൽപ്പിച്ച കഥയും, അല്ലെ, നമ്മുടെ തന്നെ പഴയ കഥകളൊക്കെ കേട്ടാലും, ഇന്ത്യയിലെ പഴയ കഥകളൊക്കെ കേട്ടാലും എല്ലാം ഈ ശത്രുക്കളെ കൊന്നു കളഞ്ഞ രാജാക്കന്മാരുടെയൊക്കെ വീര കഥകളാണ്. നമ്മുടെ ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ചെറുപ്പത്തിലെ ഹിന്ദുക്കളുടെ പുരാണങ്ങളൊക്കെ വായിച്ചു, എല്ലാം വീരന്മാരുടെ കഥകളാണ്. അപ്പോൾ ഒരു ദിവസം അമർ ചിത്ര കഥ, ഈ പണ്ട് ഓർമ്മയുണ്ട്, ഈ പൂമ്പാറ്റ ഇല്ല മറ്റോ അമർ ചിത്രകഥ എന്ന് പറഞ്ഞ അവരൊരു പരിപാടി ഇറക്കുമായിരുന്നു, പൈക്കോ പബ്ലിക്കേഷൻസ്. ഈ അമർ ചിത്രകഥയിൽ ഒരു പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ കഥ വന്നു. യേശുക്രിസ്തുവിന്റെ കഥ വന്നപ്പം വീരത്വമൊന്നുമില്ല, ബാക്കിയുള്ളവരെ പോലെ ശത്രുവിനെ തോപ്പിക്കുന്നില്ല, അങ്ങ് മരിക്കുക. പുള്ളി ആലോചിക്കും, ഇതെന്തൊരു വീരനാണ്, ഇതെന്ത് വീരനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ചിന്തിച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഡിഫറെന്റ്. കാരണം ബാക്കി എല്ലാ വീരന്മാരും നേരെ തിരിച്ചാണ്. അവർ തക്ക സമയത്ത് ഒളിഞ്ഞിരുന്ന് ശത്രുവിനെ ആക്രമിച്ച് കൊന്നാണ് അവരുടെ വീരത്വം കാണിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ ഇതാ പുതിയൊരാൾ വന്നിരിക്കുന്നു, നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അപ്പോൾ വിശ്വാസം എങ്ങനെയാണ് പ്രവൃത്തിയായി വരുന്നതിൻ്റെ ഒരു തലമെന്ന് പറയുന്നത്, അന്ന് പെർസിക്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ കൺഫെഷന് വേണ്ടി ആളുകൾ മരിക്കുന്നതാണ്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ്, ഒരു എക്സ്പ്രഷനാണ്. നമ്മുടെ ഇടയിൽ പ്രതിസന്ധികളും എതിരും വർദ്ധിച്ചു വരുമ്പോൾ, നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റും മരണകരമായ അവസ്ഥാവിശേഷങ്ങൾ, നമ്മുടെ ജീവന് അപകടമാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ കേട്ടല്ലോ അഫ്ഗാനിസ്ഥാനിനെ കുറിച്ച്. അഫ്ഗാനിസ്ഥാനിലെ അനേകം മിഷണറിമാരുണ്ടായിരുന്നു. നമ്മുടെ അജലൊക്കെ വർക്ക് ചെയ്യുന്ന ആ സംഘടനയിൽ മിഷണറിമാർ അനേകരുണ്ടായിരുന്നു. അവരിൽ എല്ലാവരും തന്നെ അമേരിക്കയിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അവർ ഇവാക്യുവേറ്റ് ചെയ്തു. എന്നാൽ അവിടെ അഫ്ഗാനികളായ കുറച്ച് വിശ്വാസികൾ അവര് മരണത്തെ ഫേസ് ചെയ്യണം. കാരണം അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി, എവിടെയാണെന്ന് പിടിയില്ല. അതുപോലെ ഇറാഖിലും എത്രയോ പേരാണ് ഐസിസ് കലാപകാലത്ത് മരിച്ചത്. ഇതെല്ലാം ഫെയ്ത്തിന് വേണ്ടി അവർ മരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഫെയ്ത്തിന് വേണ്ടി മരിച്ചവരെല്ലാം വിശ്വാസത്തിൽ പെർഫെക്റ്റ് ആയോ? അനുസരണത്തിൽ തികഞ്ഞവരായിരുന്നോ? സാധ്യതയില്ല. സാധാരണ മനുഷ്യർ അവർ വിശ്വാസത്തിന് വേണ്ടി മരിച്ചു. അപ്പോൾ അത് വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ ആ അനുസരണം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫലമാണ്. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫലം, ഒരു ഫെയ്ത്തിന് വേണ്ടി, കർത്താവിനോടുള്ള
കർത്താവ് എന്നെ രക്ഷിച്ചതാണ്, എനിക്ക് ആ കർത്താവിനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നുള്ളൊരു പ്രൈമറി ലവ് ആണത്. ആ പ്രൈമറി ലവ് ഓൾസോ ഈസ് വെരി പവർഫുൾ. എന്നാൽ അനുസരണത്തിന് വേറൊരു തലമുണ്ട്. ഇത് വിശുദ്ധീകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അനുസരണമാണ് ആ രണ്ടാമത്തെ ഭാഗം. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇപ്പൊ രക്തസാക്ഷിയെ മരിക്കുന്ന പണ്ട് സാധു സുന്ദർ സിംഗ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കൊട്ടേഷൻ ഉണ്ട്. ഈ പഴയകാലത്ത് ആൾക്കാർ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് തന്നെയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങനെ കൊട്ടേഷൻ ഉള്ളത് ഇതാണ്: യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. അത് ഒരു നിമിഷത്തെ പരിപാടിയാണ്. ഒരാൾ തോക്ക് ചൂണ്ടി ടേ വെടി വെച്ച് അപ്പൊ തന്നെ ചത്തു. ഈസി, ഒന്നും അറിയണ്ട, ഒരു നിമിഷം കൊണ്ട് ഞാൻ മരിച്ചു. പക്ഷെ അനുദിനം തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനുസരണത്തിന്റെ കാര്യം വരുമ്പോഴും ഒരു ഡെയിലി സ്ട്രഗിളിലൂടെ ഉളവാകുന്ന വിശുദ്ധീകരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു അനുസരണമുണ്ട്. അത് മനോഹരമായൊരു ഫലം, അനുസരണത്തിന്റെ ഫലം നമ്മളിൽ പുറപ്പെടുവിക്കുന്ന ഒരു അനുസരണമാണ്. ഈ അനുസരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ലോങ് സഫറിംഗ് ഉള്ള ദീർഘകാലത്തെ വിശുദ്ധീകരണത്തിന്റെ ഫലമായി നമ്മളിൽ ഉണ്ടാകുന്ന മനോഹരമായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഫലം. ഈ ഫലമാണ് ശരിക്കും അനുസരണത്തിന്റെ ഫലമായിട്ട് നമ്മൾ ഉളവാകുന്നത്. രണ്ട് തരത്തിലാണ് ഈ വിശ്വാസം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്നത്. ഒന്ന്, അപ്പം തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന തീക്ഷ്ണമായ, കർത്താവിനുള്ള തീക്ഷ്ണമായ ആ വികാരം, അവൻ എനിക്ക് വേണ്ടി മരിച്ചുകൊണ്ട് ഞാൻ അവന് വേണ്ടി മരിക്കുമെന്നുള്ള ആ ഒരു ആത്മാവ് നൽകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതേസമയത്ത് അവർ വേറൊരു സാഹചര്യത്തിൽ തോറ്റു പോകുന്നവരായിരിക്കും. ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും ടെമ്പറാമെന്റലി വളരെ ബലഹീനനായിരിക്കും. പക്ഷെ തക്ക സമയത്ത് ഒരാൾ തോക്ക് ചൂണ്ടുന്നു, ദൈവം അവർക്ക് കൃപ കൊടുക്കുന്നു, അതിനെ അതിജീവിക്കുന്നു. ഓക്കെ. എന്നാൽ നമ്മുടെ അകത്തുള്ള മനുഷ്യൻ ശക്തിപ്പെട്ട് ടെമ്പറാമെന്റലി കർത്താവിനെ പോലെ അനുരൂപപ്പെട്ട് നമ്മളിൽ ഉളവായി വരുന്ന ഒരു വിശുദ്ധീകരണത്തിന്റെ ഫലമായ ഒരു അനുസരണമുണ്ട്. ആ അനുസരണമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഇടയ്ക്ക് തട്ടിപ്പൊക്കോട്ടെ, രക്തസാക്ഷി ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ആ മരണം ഈസ് ദെയർ ഓൾവേസ്. പക്ഷെ അത് കൂടാതെ നമ്മൾ കാത്തിരിക്കുന്ന, നമ്മൾ അനുദിന മരണത്തിലൂടെ അടുത്തടുത്ത് ചെല്ലാൻ ശ്രമിക്കുന്ന ഒരു അനുസരണമുണ്ട്. പിന്നെ വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്. സോ ദാറ്റ്സ് എ ലോങ് സ്ട്രഗിൾ ഓഫ് വാക്കിംഗ് വിത്ത് ദ ലോർഡ്. അത് ആണ് അപ്പോസ്തലന്മാർ നമ്മളിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ഈ ഒരു വിശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലാണ് നമ്മളുള്ളത്. ഓക്കെ. അപ്പോൾ ഇവരുടെ വിശ്വാസം സകല ലോകത്തിലും പ്രസിദ്ധമായി എന്ന് പറയുമ്പോൾ അത് വിശുദ്ധീകരണത്തിൽ തികഞ്ഞ അനുസരണമായിട്ട്, സ്നേഹമായിട്ട് അങ്ങനെ തികഞ്ഞതാകാൻ സാധ്യതയില്ല. അങ്ങനെ തികഞ്ഞതാകാൻ സാധ്യതയില്ല. എന്നാൽ ഇവിടെ പ്രശസ്തമായിരിക്കുന്നത് ആ പെർസിക്യൂഷന്റെ നടുവിലും വേദനയുടെ നടുവിലും കർത്താവിന് വേണ്ടി നിൽക്കാൻ അവർ കാണിച്ച ധൈര്യമാകാം ആദ്യം വെളിയിലേക്ക് വരുന്നത്. പിന്നീട് ഫലവും ഒരുപക്ഷെ കാഴ്ച തുടങ്ങി കാണുമായിരിക്കാം. വി ഡോണ്ട് നോ എക്സാക്ട്ലി എന്ത് ഫലമാണ് ആളുകൾ കണ്ടത്, എങ്ങനെയാണ് ഇവർ പ്രസിദ്ധമായത്. ഇനി റോമാ സഭയെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ സഭകളെ കുറിച്ച് ആലോചിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ സഭകളെ ആളുകൾ അറിയാൻ പോകുന്നത് നാളെ? സ്നേഹത്തിലാണോ, അനുസരണത്തിലാണോ, വിശ്വാസത്തിലാണോ, വിശുദ്ധീകരണത്തിലാണോ? The people should start speaking about us because we are different from them and we reflect the glory of Christ. Okay. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ, അപ്പം പൗലോസ് അവരെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം സർവ്വ ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ. ഈ റോമാ സഭയുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റോമാ സഭ ശരിക്കും ആരാ സ്ഥാപിച്ചെന്നറിയാം? റോമാ സഭ സ്ഥാപിച്ചത് പൗലോസോ പത്രോസോ ഒന്നും അല്ലെന്നാണ് പറയുന്നത്. അത് സ്ഥാപിച്ചത് ഈ പെന്തക്കോസ്ത് നാളിൽ അവിടെ വന്ന് ആത്മാവിനെ പ്രാപിച്ച് വിശ്വസിച്ച് സ്നാനപ്പെട്ടിട്ട് അതാത് ദേശത്തേക്ക് മടങ്ങിപ്പോയി അവരവരുടെ ദേശത്ത് തുടങ്ങിയ ഒരു സഭയാണ് റോമാ സഭ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഹൗ സർട്ടൻ ഇറ്റ് ഈസ്. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് പലപ്പോഴും അക്യുറേറ്റ് അല്ല. യു ഡോണ്ട് നോ ഫോർ ഷുവർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സഭയിൽ കണ്ട ഫെയ്ത്ത് എന്ന് പറയുന്നത് ആത്മാവ് തന്നെ വരുത്തിയതാണ്. നമ്മുടെ ഒന്നും ബലമല്ല നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നതാണ്. മാനുഷികമായ കഴിവിനല്ല സുവിശേഷം സ്പ്രെഡ് ചെയ്യുന്നത്, കർത്താവിന്റെ ആത്മാവിന്റെ കൃപയാണ്. ഓക്കെ.
ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവ ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഓക്കെ, അപ്പൊ എൻ്റെ പ്രാർത്ഥന, അപ്പൊ പൗലോസ് പറയാണ്, എനിക്ക് നിങ്ങളെ കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്. നമുക്ക് ഈ സുവിശ്വാസികളെ കാണാൻ എന്തുമാത്രം ആഗ്രഹമുണ്ട്. പല ജാതികളിലും പല മതങ്ങളിലും ഒക്കെ വിശ്വാസം വന്ന എത്രയോ ആളുകൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലുള്ളതല്ലേ. അവരെല്ലാം നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അവരെ കാണാൻ ആഗ്രഹമുണ്ടോ? ഈ മറ്റ് അനേകം സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്ന അവരെ ഒന്ന് കാണുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇപ്പൊ പൗലോസ് പറയാൻ, ഇത്രയും വിശ്വാസത്തിൽ പ്രശസ്തരായ നിങ്ങളെ ഒന്ന് കാണാൻ. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു നോക്കിയേ, ഈ ഇറാഖിലൊക്കെ ഐസിസിന്റെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന് രക്തസാക്ഷികൾക്ക് തുല്യമായിട്ട് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന വലിയൊരു റീജുവനേഷനാണ്, ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പൊ പൗലോസ് പറയാണ്, എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ അത്ര ആഗ്രഹമുണ്ട്. കാരണം വിശ്വാസത്തിൽ ധീരമായിട്ട് നിന്ന് നിങ്ങളെ ഒന്ന് കാണുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പൊ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് ഇവരെ ഒന്ന് കാണാൻ എന്താ വഴി എന്നുള്ളത്. ഇതൊരു കൂട്ടായ്മയുടെ നിർബന്ധമാണ് അല്ലെ. നമ്മുടെ സഹവിശ്വാസികൾ എങ്ങനെയാണ് എന്നറിയാൻ, അവരെ ഒന്ന് കാണാൻ, അവരിൽ നിന്ന് വല്ലതും പ്രാപിക്കുവാൻ. അടുത്തത് പൗലോസ് പറയാണ്, നിങ്ങളുടെ സ്ഥിരീകരണത്തിന് ആത്മീക വരവുമല്ലോ നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത്, ഈ പൗലോസ് കൈ വെക്കുമ്പോൾ ആളുകൾക്ക് ആത്മാവിനെയും കൃപാവരങ്ങളെയൊക്കെ ലഭിക്കുമായിരുന്നു. അങ്ങനെ ആയിരുന്നത് അല്ലെ. ഇന്നും അത് വെച്ച് പലരും കൈ വെച്ച് ഉന്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടാറില്ല. ഈ കൈവെപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് നമുക്ക് ഇതിന്റെ കൂട്ടത്തിലൊന്ന് ചിന്തിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെന്ന് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഒരു ദിവ്യനായ പാസ്റ്റർ വരുന്നു, തലയെ പിടിച്ച് കുലുക്കുന്നു, അപ്പൊ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി പിള്ളേരുമായിട്ട് ഓടിച്ചെല്ലുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കലാപരിപാടികൾ? സഹോദരങ്ങളെ, ഞാൻ ഈ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പം അവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ അത്ഭുത പ്രവർത്തകനായ പാസ്റ്റർ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കും. അപ്പം ഈ പുള്ളി ഇവരുടെ ഇടയിലൂടെ വന്ന് എല്ലാവരും തലയെ കൈവയ്ക്കുന്നുണ്ട്. ഈ മോന്റെ തലയെ കൈവയ്ക്കാൻ നോക്കി പുള്ളി മോനെ ഇങ്ങ് പിടിച്ച് മാറ്റി, തലയെ കൈ വെക്കാതിരിക്കാൻ വേണ്ടി. അപ്പം എവിടുത്തെ പാസ്റ്റർ എന്താ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവർ വരുമെന്ന് എൻ്റെ കൊച്ചിന്റെ തലയെ കൈവയ്ക്കുന്ന ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞ സുവിശേഷമൊക്കെ വേറെ എന്തോ ആണ്. അപ്പൊ ആരുടെ തലയിലാണ് കൈ വെക്കേണ്ടത്? തലയെ കൈ വെക്കാവോ? എന്താ വേദവസം പറയുന്നത്? ആരുടെ തലയിലാണ് കൈ വെക്കേണ്ടത്? നമുക്കൊരു അപ്പോസ്തലന്മാർ സ്നാനപ്പെട്ട് കഴിയുന്ന ആളുകളുടെ തലയിൽ കൈവയ്ക്കും, അവർക്ക് കൃപാവരങ്ങൾ ലഭിക്കുന്നു. അതുപോലെ പലരുടെയും തലയിൽ കൈവയ്ക്കുന്നവർക്ക് കൃപാവരങ്ങൾ ലഭിക്കുന്നു. കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ കുറിച്ച് പറയുന്നു. ശരിക്കും ഈ കൈവെപ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശുശ്രൂഷയ്ക്കുള്ള നിയോഗമാണ് ഈ കൈവെപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുതിയ ശിഷ്യന്റെ മേലെ കൈവെക്കരുതെന്ന് പറയുന്നത്. ഒരു സഭ ശുശ്രൂഷയ്ക്കായിട്ട് ആളുകളെ കൈവച്ചാണ് നിയോഗിക്കുന്നത്. ബൈബിൾ കോളേജിൽ പഠിച്ച് ഗ്രാജുവേറ്റ് നല്ല ഒരാൾ ശുശ്രൂഷകരാകേണ്ടത്. നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെട്ടു വരുന്നതും ആ കൈവെപ്പോടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോഡ് ഈസ് ഗിവിങ് ദ ഗിഫ്റ്റ്സ്, ബട്ട് അത് അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സഭയുടെ അധികാരത്തിലുള്ള കൈവെപ്പ് അവന്റെ മേൽ വരുമ്പോൾ അവൻ എന്ത് കൃപയാലാണ് ആ സഭയെ ശുശ്രൂഷിക്കേണ്ടതെന്നുള്ളത് വെളിപ്പെട്ടു വരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അങ്ങനെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അപ്പോസ്തലൻ അവിടെ ചെല്ലുമ്പം അപ്പോസ്തലൻ അവർക്ക് കൃപാദാനങ്ങളെ നൽകേണ്ടതിന്, അതായത് അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോൾ അവർ ആത്മാവിനെ പ്രാപിക്കുകയും, അവർ ഭയങ്കര അത്ഭുതമായിരുന്നു അല്ലേ, ആത്മാവിനെ പ്രാപിക്കുകയും. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അത്ഭുതം അതായിരുന്നു. അതായത് അപ്പോസ്തലന്മാർ കൈവയ്ക്കുമ്പോൾ ആത്മാവിനെ പ്രാപിക്കുന്നതായിരുന്നു. ഈ ശീമോൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകാൻ വേണ്ടിയുള്ള ഗിഫ്റ്റ് തരണം എന്നല്ല പ്രാർത്ഥിച്ചല്ലേ ചോദിച്ചത്, ആണോ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പൈസ തരാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ ഓടണം, അങ്ങനെയല്ല പറഞ്ഞു. എങ്ങനെ അവർ എന്താ ശൈമൻ പറഞ്ഞു? ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ആത്മാവിനെ ലഭിക്കണം. അതായിരുന്നു ഭയങ്കര മിറക്കിള്. അതായത് ഈ അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ ഇവർ ആത്മാവിൽ നിറയുന്നുള്ളത് ഒരു ഭയങ്കര അത്ഭുതകരമായ കാര്യമായിരുന്നു. അതാണ് ശീമോന് കണ്ടിട്ട് കൊതി വന്നത്. അപ്പൊ ശരിക്കും ഒരു മിറാക്കുലസ് ആയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൃപാവരങ്ങൾ അന്ന് സഭകളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നിയോഗിച്ചത് ഈ അപ്പോസ്തലന്മാരാണ്. അപ്പൊ ദൈവമാണ് കൃപാവരങ്ങളെ കൊടുക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അപ്പോസ്തലന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. പക്ഷെ അപ്പോസ്തലന്മാരുടെ കൈവെപ്പ് അതിനൊരു മുഖാന്തരമായിട്ട് ദൈവം ഉപയോഗിച്ചിരുന്നു.
ഇന്നും ഞാൻ വിചാരിക്കുന്നു സഭയ്ക്ക് കൈവെപ്പ് അധികാരമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്നവരെ കൃപാവരങ്ങളോടെ വേർതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു സഭയിൽ ശുശ്രൂഷകരെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവയ്ക്കുമ്പോൾ പുതിയ ശിഷ്യന്റെ മേലരുത്, ശുശ്രൂഷ ഉണ്ടെന്ന് സഭയ്ക്ക് ബോധ്യമുള്ളവരുടെ മേലാണ്. ഒരു ശുശ്രൂഷ ഈ സഭയിൽ ചെയ്യാൻ ഇവർക്കുണ്ട്. ഒരു സുവിശേഷകനായോ ഒരു ഇടയനായോ ഒരു പ്രവാചകനായോ അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷ ചെയ്യാൻ ഇവർക്ക് റൈറ്റ് ഉണ്ട് എന്ന് സഭയ്ക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞു വിടാവുന്നതാണ്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം അത് കൃപാവരങ്ങളെ വെളിപ്പെടുത്തുവാൻ അതൊരു കാരണമാണ്. സഭയുടെ കൈവയ്പിലൂടെ പലരും മറഞ്ഞിരുന്ന പല കൃപാവരങ്ങളും വെളിപ്പെട്ട് വരുന്നതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ. അതുപോലെ അവരിൽ നിന്ന് വല്ല ആശ്വാസവും പൗലോസിന് ലഭിക്കണം. കാരണം എങ്ങനെയാണ് ഈ ആശ്വാസം ലഭിക്കുന്നത്? ഇവർ പെർസിക്യൂഷന്റെ നടുവിൽ ഇരിക്കുന്ന ഒരു ജനമാണെങ്കിൽ പൗലോസും കഷ്ടതയുടെ നടുവിൽ സുവിശേഷം പറയുന്ന ഒരാളാണ്. തളർന്നിട്ടുണ്ടാകും. അപ്പൊ അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഇടയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അത് വലിയൊരു ആശ്വാസമാണ്. കഷ്ടതയുടെ നടുവിൽ ഇരിക്കുന്നവർ തന്നെയാണ് ആശ്വാസം. കാരണം അവർ അനുഭവിക്കുന്ന ഒരു ദൈവകൃപ. നമുക്ക് ചുമ്മാ ദൂരെ ഇരുന്ന് പറയാം, സാരമില്ല ബ്രദറെ, നടത്തും ബ്രദറെ എന്നൊക്കെ പറയുന്നതല്ല ആശ്വാസം. ശരിക്കും ആശ്വാസം അതേ കഷ്ടതയുടെ വഴിയിലൂടെ പോകുന്നവർ അനുഭവിക്കുന്ന ദൈവകൃപ കാണുന്നതാണ് ശരിക്കുമുള്ള ആശ്വാസം. അപ്പോൾ റോമാ സഭയിൽ ചെന്നിട്ട് അവർക്ക് കൃപാവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവരിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാൻ വേണ്ടിയും കൂടെ പൗലോസ് ആഗ്രഹിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാം. അപ്പോസിൽ ഈസ് നോട്ട് ഓൾവേസ് ദ ഗിവർ, ഹി ഈസ് ഓൾസോ എ ഹംബിൾ റിസീവർ. ഓക്കെ, അവൻ സ്വീകരിക്കാനും കൂടെ തയ്യാറാകണം ആശ്വാസം. ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ഒരു ഉപദേശി ലജ്ജയില്ലാതെ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശമോ ആശ്വാസമോ സ്വീകരിക്കാൻ തയ്യാറാകണം. അവരുടെ ബലഹീനതകൾ, ഇപ്പൊ എൻ്റെ ബലഹീനതകൾ മറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഐ ഓൾസോ നീഡ് യുവർ മിനിസ്ട്രി. നിങ്ങളുടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ വെച്ചുള്ള ശുശ്രൂഷകൾ എനിക്കും ആവശ്യമാണ്. കാരണം കൃപാവരങ്ങൾ തരുന്നത് പാസ്റ്റർ ഒഴിച്ച് ബാക്കിയുള്ളവർ ശുശ്രൂഷിക്കാനല്ല. എല്ലാ കൃപാവരങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐ നീഡ് യുവർ മിനിസ്ട്രി, യു നീഡ് മൈ മിനിസ്ട്രി. ഇങ്ങനെയാണ് സഭ. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറുന്ന പോലെ തന്നെ നിങ്ങളാലുള്ള ആശ്വാസം പ്രാപിക്കാൻ എനിക്കും കാര്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ചു. കാരണം ഈ ഫെലോഷിപ്പ് ഈസ് മ്യൂച്വലി ബെനിഫിഷ്യൽ. ഓക്കെ, ഇന്ന് പാസ്റ്റർമാർ പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ പാസ്റ്റർമാരുടെ ബെനിഫിറ്റ് പൈസയും കേൾക്കുന്നവരുടെ ബെനിഫിറ്റ് കുറച്ച് ഉപദേശങ്ങളുമാണ്. എന്നാൽ ശരിക്കും അപ്പോസ്തലൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കേൾക്കുന്നവരുടെ ബെനിഫിറ്റ് അവർ കർത്താവിൻ്റെ അടുത്തേക്കുള്ള നടപ്പിൽ അടുത്ത് ചെല്ലുന്നു എന്നുള്ളതും അതേപോലെ ആശ്വാസം ഈ ശുശ്രൂഷകനും പ്രാപിക്കുന്നു എന്നുള്ളതുമാണ്. ഇന്ന് നമുക്ക് പ്രാപിക്കാനുള്ള ഹംബിൾനെസ് കുറവാണ്, കൊടുക്കാനുള്ള ധൃതിയാണ് കൂടുതൽ. വി ഓൾസോ നീഡ് ടു ഗിവ് അറ്റ് ദ സെയിം ടൈം റിസീവ് ദ ഗ്രേസസ് ഓഫ് ഗോഡ് ഫ്രം ഡിഫറെൻറ്റ് പീപ്പിൾ equipped ഫോർ ദ മിനിസ്ട്രി. ഇപ്പോൾ ശുശ്രൂഷയിൽ പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നവരിൽ നിന്ന് നമ്മൾ ലജ്ജ കൂടാതെ ശുശ്രൂഷയെ സ്വീകരിക്കാനും കൂടെ തയ്യാറാകണം. കാരണം നമ്മുടെ ഇടയിൽ തന്നെ, ഇപ്പോൾ സഭയിൽ തന്നെ നമ്മളെല്ലാവരെയും ശുശ്രൂഷിക്കാനുള്ള കൃപാവരങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ അവയവങ്ങളും അതാത് പ്ലേസിലുണ്ട്. ദൈവത്തിൻ്റെ സഭയിൽ അങ്ങനെയാണ്. അത് തക്ക സമയത്ത് വിവേചിക്കാനും അവരെ വേർതിരിക്കുവാനും സഭയ്ക്ക് കഴിയണം. അങ്ങനെ എല്ലാവരുടെയും ശുശ്രൂഷകൾ എല്ലാവർക്കും അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തും. അതുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.